ഒരു C8ന്റെ ക്രോസ് ഡ്രൈവ് സ്റ്റോക്ക് ടയർസ് 1,00,000 കിലോമീറ്റർ ഓടുമോ? എനിക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ടയർസ് എത്ര കിലോമീറ്റർ വരെ ലാസ്റ്റ് ചെയ്യും, എങ്ങനെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മാക്സിമം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി? നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 2.5 വർഷം കഴിഞ്ഞു. അറൌണ്ട് 75,000 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ ടെററിലും നമ്മൾ ഈ ഒരു മുതലിനെ കൊണ്ടുപോകാനുള്ളതാണ്. ഈ ഒരു ടയർ ഓൾമോസ്റ്റ് ഏതാണ്ട് തീരാറായിട്ടുണ്ട്. സോ ഈ ടയറിൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 5,600 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാ 10,000 കിലോമീറ്ററിൽ നമ്മൾ വീൽ ബാലൻസിങ്ങും വീൽ റൊട്ടേഷനും ചെയ്യുന്നുണ്ട്. അത് ഡയഗണലി ചേഞ്ചിങ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ടയർസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നീട് MRFന്റെ വണ്ടറിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി തോന്നിയത് C8ന്റെ ക്രോസ് ഡ്രൈവ് തന്നെയാണ്. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആണ് നമുക്ക് ഈ ഒരു ടയർസ് തരുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ സ്റ്റെപ്പിന് ടയർസ് യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇത് മാറാറാകുമ്പോൾ 4 എണ്ണം നമുക്ക് വേറെ ക്രോസ് ഡ്രൈവ് തന്നെ ഇടാമെന്നുള്ള പ്ലാനാണ്. പിന്നെ അപ്സൈസ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. പക്ഷേ ഈ ഒരു ടയേഴ്സ് എല്ലാ ടെറയിലും, അത് ഹൈവേ ആയിക്കോട്ടെ, നമുക്ക് ഓഫ് റോഡ് ആയിക്കോട്ടെ, മോശം റോഡ്സ് ആയിക്കോട്ടെ, എല്ലാ ടെറൈൻസിലും ഒറ്റപ്പോടെ നമുക്ക് പെർഫോമൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈവേസിലാണെങ്കിൽ കംഫോർട്ട്. പിന്നീട് താറ് കംഫോർട്ട് തരുമെന്ന് പറയുമ്പോൾ പൊങ്കാലിടാൻ വരണ്ട. ഞങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്യുന്ന ഒന്നേ ഒരാൾ അല്ലെങ്കിൽ മാക്സിമം 2 പേര്. ഈ 2 പേർക്ക് അത്യാവശ്യം കംഫോർട്ട് ഇതിന് കിട്ടുന്നുണ്ട്. സോ C8ന്റെ ഈ ഒരു ഐറ്റം വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. പിന്നീട് എന്നോട് കുറേ പേര് ചോദിച്ചൊരു ഇഷ്യൂ ആണ് സ്പേസറിൻ്റെ കാര്യം. കംഫോർട്ട് പറഞ്ഞിട്ടുണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടോ? പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ്സും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ 20,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്പേസർ ഇട്ടിട്ട്. വണ്ടിക്ക് ഇതുവരെ ഒരു പ്രോബ്ലംസും വന്നിട്ടില്ല. വണ്ടിയുടെ കംഫോർട്ട് ആണെങ്കിൽ വേറെ ലെവലാണ് കൂടിയിട്ടുള്ളത്. സ്റ്റെബിലിറ്റി ഒക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. സോ നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് ഒരു സ്പേസർ ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോമാൻ കൺസിഡർ ചെയ്യണം. കാരണം അതൊരു അഡാർ ഐറ്റം തന്നെയാണ്. ഇതുവരെ ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. സോ ഫോർ മോർ കോണ്ടന്റ്സ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. താങ്ക് യു. ഫോളോ ഫോർ മോർ.